ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കൂന്തൽ മീൻ വെച്ചിട്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്തിങ്ങനെ വന്ന് കഴിയുമ്പം അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ പച്ചമുളകും ഉള്ളിയും സവാളല്ലേ വലിയ ഉള്ളി അതെടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ലേശം ഉപ്പിട്ടിട്ട് വഴറ്റി എളുപ്പം വാടി കിട്ടുമേ. നമുക്ക് സവാളയൊക്കെ ലേശം ഉപ്പിട്ടിട്ട് വഴറ്റിയാൽ എളുപ്പം വാടി കിട്ടും. നമുക്ക് ലേശം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം 2 സ്പൂൺ ഉപ്പിടണം കേട്ടോ. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് 2 സ്പൂൺ ഉപ്പ്, പിന്നെ ലേശം ചിക്കൻ മസാല, ലേശം പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മുളക് പൊടി വേണം. പിന്നെ അതിലേക്ക് 1.5 സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ഇടണം. പിന്നെ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അതും കൂടെ വഴറ്റിയെടുക്കുക. അത് നല്ല വഴണ്ട് ഫുള്ളും നല്ല പേസ്റ്റ് മാതിരി ആവുന്ന രീതി ആവുന്നവരേക്കും നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കണം. അപ്പം നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ മീനില്ലേ അതിലേക്ക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടുണ്ടാവും. അത് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളവും പാർന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലേശം വെള്ളമേ പാരാൻ പാടുള്ളൂ കേട്ടോ. ലേശം വെള്ളം എന്താ വെച്ചാൽ അതിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പം കുറച്ച് വെള്ളം പാർന്നിട്ട് നമുക്കത് ചെയ്യാം. എന്നിട്ട് പിന്നെ മൂടി വെച്ച് വേവിച്ചതിൻ്റെ ശേഷം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ ലേശം വെളിച്ചെണ്ണ കൂടെ പാർന്നിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം.